ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളും മിസ്റ്റേക്കുകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു 2025 കുറേ യൂട്യൂബേഴ്സ്, അതായത് ബിഗിനേഴ്സ് കുറേ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ഇപ്പോൾ തമന്നയിൽ കണ്ട പോലെ തന്നെ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധമാണ് കേട്ടോ. എൻ്റെ മിസ്റ്റേക്കും കൊണ്ട് മാത്രം വന്ന അബദ്ധങ്ങളാണ്. അതിന് മുന്നേ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കിതിൽ വീഡിയോ ഇടാനോ എങ്ങനെ എഡിറ്റ് ചെയ്യണം, ഏത് ലോങ് വീഡിയോ ഇട്ടാലാണോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ടാലാണോ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുക, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. യൂട്യൂബിൻ്റെ ഒരു സംഭവങ്ങളും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഓരോരുത്തരെ വീഡിയോ കണ്ടിട്ടും അങ്ങനെ ഞാൻ ഈ യൂട്യൂബിൽ തന്നെ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണം, എങ്ങനെ അപ്ലോഡ് ചെയ്യണം വീഡിയോ, അതൊക്കെ ഞാൻ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ശരിയായി വരുന്നത്. ഇപ്പോഴും ഞാൻ ശരിയല്ല കേട്ടോ. പിന്നെ അതിന് മുന്നേ ഞാൻ ഈ പറയണ കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് കമൻസായി പറയണേ. എന്നാലും എനിക്ക് വീഡിയോസ് ഇടാനും അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഇതിടാനൊന്നും ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. പിന്നെ നിങ്ങളിപ്പോൾ ഈ ചിലർ കാണുന്നവർ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെന്തായാലും ഒന്ന് തുടങ്ങി നോക്കണം കേട്ടോ. തുടങ്ങിയിട്ട് നമ്മൾ പറയുമല്ലോ, നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ ഓരോന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴല്ല അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി അറിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ ചുമ്മാ സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴെങ്കിലും നമുക്ക് ഈ കഷ്ടപ്പെടുന്നതിന് എന്തായാലും ഒരു റിസൾട്ട് കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ തുടങ്ങിയിരിക്കണേ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ വീഡിയോസ് ഇടാനും എഡിറ്റ് ചെയ്യാനും ഒന്നും. എങ്ങനെയെങ്കിലും എനിക്ക് സബ്സ്ക്രൈബർ ആയാൽ മതി എന്നുള്ളൊരിതാണ്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് യൂട്യൂബിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ചിങ് ടൈമും വാച്ച് അവേഴ്സും കിട്ടണം. അപ്പം നമുക്ക് സബ്സ്ക്രൈബർ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വർഷത്തിനുള്ളിൽ 360 ദിവസത്തിനുള്ളിൽ കൂടും. പക്ഷേ വാച്ചിങ് ടൈമാണ് കിട്ടാനാണ് കുറച്ച് പണി കേട്ടോ. നമ്മൾ ഇടുന്ന വ്യൂവേഴ്സിനനുസരിച്ചിട്ടും നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ സബ്സ്ക്രൈബർ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് കാണുന്നവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് ഷോർട്സിനൊക്കെ നമ്മൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ ചിലപ്പം കണ്ടില്ല. പിന്നെ ഷോർട്സ് ഇടുമ്പോൾ നല്ല സബ്സ്ക്രൈബർ നമുക്ക് കൂടും. ലോങ് വീഡിയോയ്ക്ക് അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ വ്യൂവേഴ്സോ അങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ. പക്ഷേ ലോങ് വീഡിയോ ഇട്ടാലാണ് നമുക്ക് നമ്മളെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളേ. ഇതൊന്നും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഓരോ വീഡിയോ കണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് യൂട്യൂബിൽ പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയെങ്കിലും സബ്സ്ക്രൈബർ ആയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഓരോരുത്തരിടുന്ന വീഡിയോയിൽ ഒരുമിച്ച് മുന്നേറാം, അങ്ങനെ ലൈക്ക് പ്ലീസ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് സബ്സ്ക്രൈബറായിട്ട് ഏട്ടനും അങ്ങനെ കുറച്ച് ഒരു 1-2 സബ്സ്ക്രൈബറായിട്ടാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും 2, 3, 4 അങ്ങനെയൊക്കെ കൂടിപ്പോയി ഒരു 100 സബ്സ്ക്രൈബറൊക്കെ ആവുന്ന എത്തിയപ്പോഴത്തേനും എൻ്റെ സബ്സ്ക്രൈബർ അങ്ങ് ലോ ആയിട്ടോ, കുറച്ചങ്ങ് കുറയാൻ തുടങ്ങിയേ. അപ്പം ഞാനും വിചാരിച്ചു ഇതെന്താ സംഭവം, അത് പെട്ടെന്ന് ഒറ്റയടിക്ക് കൂടുകയും ചെയ്തു, പിന്നെ അങ്ങ് കുറയുകയും ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചത് യൂട്യൂബിൽ എന്തെങ്കിലും ഇതായിരിക്കും. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. അപ്പം ഞാൻ വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ വീഡിയോസ് സെർച്ച് ചെയ്തു കേട്ടോ, ഇതെങ്ങനെയാണ് ഇങ്ങനെ സബ്സ്ക്രൈബർ കുറയുന്നതെന്ന്. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്, നമ്മളിങ്ങനെ ഒരുമിച്ച് മുന്നേറാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഈ യൂട്യൂബർ
നമുക്ക് വെറുതെ അല്ലല്ലോ അവർ മോണിറ്റൈസേഷനായി അവർ പൈസ തരുന്നത്, വെറുതെ അല്ലല്ലോ. അപ്പോൾ അവരെല്ലാം നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ അവർ നോക്കുന്നുണ്ട്. എല്ലാം നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ നല്ല കൃത്യമായി നോക്കി അതിനനുസരിച്ചാണ് നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തരിക കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നമ്മൾ അടിയിലൊക്കെ ഒരുമിച്ച് മുന്നേറാമെന്ന് പറയുമ്പോൾ ആ ആ നമ്മൾ പറയുന്ന ആ ചാനലൊക്കെ അവർ കട്ടാക്കുകയാണ്, അതായത് സ്പാം ചെയ്യാമെന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഞാൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. അപ്പോഴാണ് എനിക്കിങ്ങനെ മനസ്സിലായത് നമ്മളിങ്ങനെ എഴുതുമ്പോഴും ഇങ്ങനെ അടിയിലൊക്കെ എഴുതിപ്പോയി കഴിഞ്ഞാൽ ആ ചാനലൊക്കെ നമ്മളെ നിന്ന് കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഇത് നിർത്തി കേട്ടോ. അങ്ങനെ ഒരുമിച്ച് മുന്നേറാമെന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് പ്ലീസ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് ലൈക്ക് അടിക്കാനോ അതൊന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എങ്ങനെ ഈ സബ്സ്ക്രൈബർ കൂടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഇത് ചെയ്യരുത് കേട്ടോ. ഇനി തുടങ്ങിയവരാണെങ്കിലും അങ്ങനെ ഒരു സംഭവം ചെയ്ത് നമ്മളെന്താ കഷ്ടപ്പെടുന്നത്, നമുക്കിഷ്ടമുള്ളത് നമ്മളേതായ ഒരു വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്തിടുക. അതിന് എത്ര വ്യൂവേഴ്സ് കിട്ടുന്നുണ്ടോ അത് മതി. എപ്പോഴെങ്കിലും നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആവും, അതിനെ കാത്തിരുന്നാൽ മതി നമ്മൾ. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് ഭയങ്കര എൻ്റേതായി വന്നൊരു മിസ്റ്റേക്കുകളാണ് കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ ഓരോ വീഡിയോ ഇടലും പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് അധികം വ്യൂവേഴ്സൊന്നും കിട്ടാറില്ല കേട്ടോ. പിന്നെ ഞാൻ ഓരോരുത്തർ ചെയ്യുന്ന കോമഡിയും അങ്ങനത്തെയൊക്കെ ഇടലുണ്ട്, അതിന് എനിക്ക് വ്യൂവേഴ്സ് നല്ല കിട്ടും കേട്ടോ. അപ്പം എന്താ പറയുക, പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടൻറ്റ് ചെയ്യണം. ഒരു നല്ലൊരു കണ്ടൻറ്റ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് ലൈക്കും കാര്യങ്ങളും ഒക്കെ കിട്ടും, വ്യൂവേഴ്സും കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ഥിരമായിട്ടൊരു കണ്ടൻറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് നന്നായി മെച്ചപ്പെടുമെന്ന് തോന്നുന്നു. ഇത് എനിക്ക് തോന്നിയ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലവർ നമ്മൾ കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ പരസ്യം കാണുക, നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തരാമെന്ന് പറഞ്ഞ് ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആക്കി തരാമെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനൊന്നും പോയി ചാടാതിരിക്കുകയാണ് കേട്ടോ. എനിക്കതിൽ അങ്ങനെ ചെയ്യാനൊരു താല്പര്യമില്ല. നമ്മളെന്താ ചെയ്യണം, നമ്മളെ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യുന്നതിന് നമ്മളായിട്ട് കഷ്ടപ്പെടുന്നതിന് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമുക്ക് അതിന് പൈസ കിട്ടിയാൽ മതി. അങ്ങനെ നമ്മളേതായ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അല്ലാതെ അവർ ഓരോന്ന് ചെയ്ത് എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇത് വേണ്ടല്ലോ. അതെനിക്കൊരു ഫാൾട്ടായി തോന്നിയിട്ടുണ്ട് കേട്ടോ. ചിലവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ ചാനൽ കട്ടായിപ്പോയി ഇങ്ങനെ ചെയ്തിട്ട്. കുറേ പേര് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതിനൊരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ പോണത്. പിന്നെ ചിലതിന് എനിക്ക് നല്ല വ്യൂവേഴ്സ് കിട്ടും, ചിലതിന് കുറഞ്ഞ വ്യൂവേഴ്സ് കിട്ടും. ഈ കുറഞ്ഞ വ്യൂവേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമം തോന്നും കേട്ടോ. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഉയർന്നു പോവുമായിരിക്കും, എപ്പോഴെങ്കിലും നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്കൊരു പ്രതിഫലം കിട്ടുമായിരിക്കും. എല്ലാവരും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മോണിറ്റൈസേഷനായിട്ട് അവർക്കൊരു മാസം ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും തുടങ്ങണത്. അപ്പം എല്ലാവരും ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി ആവുകയുള്ളൂ. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങാത്തവരാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുക. എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.